ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, ദെൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഈ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ നെറ്റ് ലോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇസ് എ പ്ലേസ് വേർ വി വിൽ ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ലെറ്റ്സ് go through the format of profit and loss appropriation account. Okay, നോക്കിക്കണേ, it has debit side and credit side. സാധാരണ ലെഡ്ജറിനെ പോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ നോക്കിക്കണേ, ഇതിനകത്തേക്ക് പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് എപ്പോഴും എന്ത് ബാലൻസ് കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനകത്ത് പ്രോഫിറ്റ് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ മെല്ലെ കൊണ്ടുപോയി വെക്കും. എന്തിനെ? നെറ്റ് പ്രോഫിറ്റിന്. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ള ഒരേ ഒരു ഐറ്റം മാത്രമേ പാർട്ട്ണർഷിപ്പ് ട്രാൻസാക്ഷനിലുള്ളൂ. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അല്ലേ? പാർട്ട്ണർ പിൻവലിച്ച ഡ്രോയിങ്സിന്റെ മുന്നിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ടു ദി ഫേം ആണ്. സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദി വോളിയം ഓഫ് പർട്ടിക്കുലർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ദെർഫോർ പ്രോഫിറ്റിന്റെ കൂടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഒരേ ഒരു ഐറ്റം മാത്രമേ കാണിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് രണ്ട് ഐറ്റങ്ങൾ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവുകയുള്ളൂ. ഓർത്തു വെച്ചോളൂ. ഇനി കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ പ്രോഫിറ്റിന്റെ സിനാരിയോ ആണ് പറയുന്നത്. സോ ദിസ് ടു ഐറ്റം, ഇതിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 1,00,000 രൂപയുണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഈ ഫുൾ എമൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ദിസ് പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ഡിഫറെന്റ് ഫോംസ്. പല രീതിയിലായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് കുഡ് ബി ഇൻ ദി ഫോം ഓഫ് സാലറി. ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാലറി എടുത്ത് നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ അളവ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. പ്രോഫിറ്റിൻ്റെ അളവ് കുറയണമെങ്കിൽ സാലറി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിൽ എഴുതും. സാലറി, പാർട്ട്നേഴ്സ് സാലറി എക്കും ബിക്കും കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് സാലറി എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യാം, ഓക്കെ, കുറച്ച് കമ്മീഷൻ എടുത്ത് എ എന്ന് പറയുന്ന പാർട്ട്ണർ കൊടുത്തേക്കാം. പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കമ്മീഷൻ എടുത്ത് എ എന്ന് പറയുന്ന പാർട്ട്ണർ കൊടുത്തേക്കാം. സോ എങ്ങനെ കൊടുക്കും? വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡെബിറ്റ് ചെയ്യും. കാരണം എന്താ? പ്രോഫിറ്റിന്റെ അളവ് കുറയും. പ്രോഫിറ്റിൽ നിന്ന് കമ്മീഷൻ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ദ പ്രോഫിറ്റ് വോളിയം മസ്റ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അല്ലേ? എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യപ്പെടണം. സോ ദ കമ്മീഷൻ ഷുഡ് ബി ഷോൺ ഓൺ ദി കമ്മീഷൻ ടു പാർട്ട്ണർ ഷുഡ് ബി ഷോൺ ഓൺ ദി ഏത് സൈഡാ? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് കുറയണം. ഇതിനൊക്കെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, എന്നിട്ടും നമ്മളെ കയ്യിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, കുറേ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തേക്കാം. പാർട്ട്ണർക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോഴും ഈ പ്രോഫിറ്റിന്റെ അളവ് കുറയണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ഷോൺ ഓൺ ദി ഏത് സൈഡാ? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുത്തു? സാലറി കൊടുത്തിട്ടുണ്ട്, കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ദി പാർട്ട്നേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടും പ്രോഫിറ്റിന്റെ അളവ് അവിടെ ബാക്കിയുണ്ടെങ്കിൽ, കുറേ പ്രോഫിറ്റ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കരുതും ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് റിസർവ് മാറ്റി വെച്ചേക്കാം. എന്താ റിസർവ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മളെടുത്ത് അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കും. അല്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിൽ നിന്ന് കുറച്ച് റിസർവ് എടുത്ത് മാറ്റി വെക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം റിസർവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയാണോ മാറ്റി വെച്ചത്, ഫോർ എക്സാമ്പിൾ 20,000 ആണെങ്കിൽ ആ 20,000 എന്ന് എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടും പ്രോഫിറ്റ് ബാക്കിയുണ്ട്. ടോട്ടൽ പ്രോഫിറ്റിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓൺ ദി ഡെബിറ്റ് സൈഡ് നമ്മൾ സാലറി കൊടുത്ത് വെച്ചിട്ടുണ്ട്, കമ്മീഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റിസർവിലേക്ക് മാറ്റി. സ്റ്റിൽ ദർ എക്സിസ്റ്റ് ബാലൻസ്. അവിടെ ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് പാർട്ട്ണർക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഏത് റേഷ്യോയിലടാ? കൃത്യമായിട്ട് നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡിൽ അല്ലെ എഗ്രിമെന്റിൽ പറഞ്ഞ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ട്നേഴ്സിന് ആ പ്രോഫിറ്റിനെ വീതിച്ചു കൊടുക്കും. ആ പ്രോഫിറ്റാണ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇപ്പം
നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ സിമിലർ ടോപ്പിക് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ലഭിക്കുന്നതിനും നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതിനും മെൻറ്റർ സപ്പോർട്ട് ലഭിക്കുന്നതിനുമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്.